മറയൂരിലേക്കാണോ? ഒടുക്കത്തെ ചൂടാണ് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു. എങ്കിലും മറയൂർ എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയില്ല. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്നായി. ഇതേ കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട് ശരത്തേനോട് പറഞ്ഞപ്പോൾ ബാ പോയേക്കാന്ന് പുള്ളിയും പറഞ്ഞു. പിന്നെ എന്ത് നോക്കാൻ, വണ്ടിയും പാക്ക് ചെയ്ത് നേരെ മറയൂരിലേക്ക്. ഇളം കാറ്റിൽ ചന്ദനം മണക്കുന്ന മറയൂർ. ശർക്കരയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേ നല്ല മനുഷ്യരുള്ള മറയൂർ. അങ്ങനെ മാമലകണ്ടവും മൂന്നാറും ഒക്കെ വഴി മറയൂരെത്തി ഒരു ദിവസം അവിടെ സ്റ്റേയും എടുത്ത് തിരിച്ച് പൊള്ളാച്ചി വഴി നാട്ടിലോട്ട് വരുന്നൊരു ഫുൾ വീഡിയോ ആണ്. വിഷ്ണുപ്രസാദ്. എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴയിൽ നിന്നാണെങ്കിലും ഒരു തട്ടേക്കാടൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. വെറുതെ വരുന്ന വഴി അത്രയും കാണിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു യാത്രയിൽ സമയക്കുറവ് കാരണം നമ്മൾ കയറാതെ പോയ കുറേ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. നിങ്ങളൊരു ബേർഡ് ഫോട്ടോഗ്രാഫർ ആണെങ്കിലോ അല്ലെങ്കിൽ ബേർഡ്സിനെ വാച്ച് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ പറയുന്ന തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. നമ്മൾ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി എന്ന് പറയുമെങ്കിലും ഡോക്ടർ സലീം അലി ബേർഡ് സാഞ്ചുറി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. 1983 സ്ഥാപിതമായ ഈ ഒരു ബേർഡ് സാഞ്ചുറിയിൽ ഏകദേശം 350ഓളം സ്പീഷീസ് ഓഫ് ബേർഡ്സിനെ കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 20 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീസ്. ക്യാമറയ്ക്കും മറ്റും എക്സ്ട്രാ പേയ്മെൻറ്റ് വേറെ കൊടുക്കണം. ഈയിടയ്ക്ക് വൈറലായിട്ടുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു പുൽത്തകിടിയും മറ്റും ഈ ഒരു ഏരിയ തന്നെയാണ്. അത് ഈ സീസണിൽ കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഡയറക്റ്റ് മൂന്നാർ റൂട്ടല്ല. നമ്മൾ തട്ടേക്കാടുന്ന് മാമലകണ്ടം കയറിയാണ് മൂന്നാർ പോകുന്നത്. കാടും ഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റുന്ന റൂട്ടാണ് ഈ മാമലകണ്ടം റൂട്ട്. തട്ടേക്കാടുന്ന് നേരെ കുട്ടമ്പുഴ വരിക. കുട്ടമ്പുഴ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ഡീവിയേഷൻ അടുത്താണ് മാമലകണ്ടത്തേക്ക് പോകുന്നത്. വളരെ കുറച്ച് വീടുകളും മാമലകണ്ടം ഹൈസ്കൂളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു വില്ലേജാണ് ഈ പറയുന്ന മാമലകണ്ടം. മഴക്കാലത്ത് ഈ ഒരു മാമലകണ്ടം സ്കൂൾ നിൽക്കുന്ന ലൊക്കേഷൻ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ മാമലകണ്ടം എന്ന് പറയുന്ന സ്ഥലം തന്നെ വൈറലാകാൻ കാരണം ഈ ഒരു സ്കൂളാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മാമലകണ്ടത്ത് തന്നെ പട്ടിമുടി, ചമ്മപ്പാറ, മുനിപ്പാറ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ജീപ്പ് സഫാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി കാണാൻ പറ്റുന്നതാണ്. ഈ മാമലകണ്ടത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ മഴയൊക്കെ തുടങ്ങിയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ വേനൽക്കാലത്ത് വന്നാൽ ഇവിടുത്തെ അരുവിയൊക്കെ പറ്റി വരണ്ട് കിടക്കുവാണ്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുളിക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ കാണാനും ഈ കാട് കാണാൻ തന്നെ ഭംഗി മഴക്കാലത്തായിരിക്കും. മാമലകണ്ടം വഴി മൂന്നാർ പോകാനേ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ KSRTCയുടെ ട്രിപ്പുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ഡ്രൈവറിനോട് തന്നെ ചോദിക്കാം. BTCയുടെ പെരുമ്പാവൂർ ഡിപ്പോയുടെ ജംഗിൾ സഫാരി, അതായത് മാമലകണ്ടം, മാങ്കുളം, ആനക്കുളം വഴി മൂന്നാർ. ഇത് കോൺടാക്ട് ചെയ്യുന്ന ഓരോ ഡിപ്പോയിലും അതായത് കോർഡിനേറ്റർമാരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് BTCയുടെ ട്രിപ്പിൽ യാത്ര ചെയ്യാം. ഇതിപ്പോൾ പെരുമ്പാവൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രിപ്പിൽ ഞങ്ങൾ പേയ്മെൻറ്റ് 3 നേരം ഫുഡ് ഉൾപ്പെടെ 860 രൂപയാണ്. പ്ലസ് 150 രൂപ ജീപ്പ് സഫാരിക്കും. അങ്ങനെ 1010 രൂപ ആണ് റേറ്റ് വരുന്നത്. 50 പേര്. അതായത് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് ഡേറ്റ് ഇടും. അതിൽ കോർഡിനേറ്റർ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാനാണ്. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ ട്രിപ്പാണ്. റൂട്ട് നമ്മുടെ ഇവിടുന്ന് പെരുമ്പാവൂരിന്ന് കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, ഉരുളന്തണ്ണി, മാമലക്കണ്ടം വഴി ഞങ്ങൾ ഇരുമ്പുപാലത്ത് ഇറങ്ങിയിട്ട് ഇരുമ്പുപാലത്ത് നിന്ന് വീണ്ടും മച്ചിപ്ലാവിൽ നിന്ന് ലെഫ്റ്റ് വരികയും കൊരങ്ങാട്ടി, പ്ലാമല വഴി പീച്ചാട് വെള്ളച്ചാട്ടം, അവിടെ നിന്ന് മാങ്കുളം, ആനക്കുളം, തിരിച്ച് ആനക്കുളത്തു നിന്ന് തിരിച്ചു വരുന്ന വഴി ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ, അവിടെ തിരിച്ചു പോകും. ഓക്കെ, ശരി, താങ്ക് യു. ഇല്ലില്ല, ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ട് ആയിട്ട് വളച്ച് അവിടെ എഴുതിയിരിക്കുന്ന കണ്ടിട്ട് ഇല്ലില്ല, അവിടെ ബോർഡ് കണ്ടിട്ട് വളച്ചാ അങ്ങോട്ട് പോകാൻ പറ്റുമോ? വേറെ വഴിയില്ല. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ കല്ലാറ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്കിവിടുന്ന് റോഡിൽ നിന്ന് കാണാം. വെള്ളം കുറവാണ്. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും.
വഴിയിലൊരു തേങ്ങ റോഡിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. ഫ്രണ്ടേ പോകുന്ന KSRTC ബസ്സിൻ്റെ അടിയിൽ കൂടെ പെട്ടെന്നത് വന്നിട്ട് ഞാനതേ കയറി വീഴേണ്ടതായിരുന്നു. നമുക്ക് എന്തായാലും അത് റോഡിൽ നിന്ന് മാറ്റിയിടാം, വേറെ ബൈക്കുകാരെങ്കിലും വന്ന് അപകടം ഉണ്ടാവണ്ട. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോഴത്തേനും ഏകദേശം 2 മണിയോളായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. മൂന്നാർ വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റാണ് ഈ പറയുന്ന റോച്ചാസ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കമ്പാരിറ്റീവ്ലി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് മറയൂരിലേക്കാണ്. മൂന്നാർ ടൗണിൽ നിന്ന് വീണ്ടും ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമുക്ക് മറയൂർ എത്താനായിട്ട്. ഇതൊരു ഹോളിഡേ കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ കിടന്ന് നമ്മുടെ സമയമൊക്കെ അങ്ങനെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ബൈക്കിൽ വരുന്നവർക്ക് കുഴപ്പമില്ല, കാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പെരിയവാരം എന്നാണ്. നമ്മുടെ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റോഡിലോട്ട് വരുമ്പോൾ ഒരു താഴ്വാരം പോലത്തെ ഏരിയയാണ്. അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു വാലിയെ കാണാം. ചിലപ്പോൾ ഒരു താഴ്വാരം ആയതുകൊണ്ടായിരിക്കും അതിന് പെരിയവാരം എന്നുള്ള പേര് വന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ എൻ്റെ ഡ്രോൺ ഷോട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മറയൂരിലേക്ക് നമുക്ക് 2 റൂട്ട് വഴി വരാം. ഒന്ന് ഇടുക്കി മൂന്നാറിൽ നിന്നും ഇപ്പോൾ നമ്മൾ വരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പൊള്ളാച്ചി സൈഡിൽ നിന്നൊക്കെ മറയൂരിലേക്ക് ഡയറക്റ്റ് വരാൻ പറ്റുന്നതാണ്. മൂന്നാറിൽ നിന്ന് മറയൂർക്ക് പോകുന്ന റൂട്ട് തന്നെയാണ് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കും ആനമുടിയൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ കയറി കാണാൻ താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്തത് കാണാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബൈക്ക് ഓടിച്ചുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ കയറേണ്ടെന്ന് വെച്ച്. ഇനി നമ്മൾ പോകുന്ന മറയൂരിനെ പറ്റി പറയാം. മറയൂരിനെ പറ്റി പറയാനാണെങ്കിൽ കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 990 അടി വരെ ഉയരത്തിലുള്ള ഒരു വില്ലേജാണ് ഈ പറയുന്ന മറയൂര്. നമ്മുടെ കേരളത്തിലെ നാച്ചുറൽ ആയിട്ടുള്ള സാൻഡൽ ഫോറസ്റ്റ് ഉള്ള ഏക വില്ലേജ് മറയൂര് തന്നെയാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലാംഗ്വേജ് മിക്സഡ് ആയിട്ടാണ്. കടകളുടെയൊക്കെ ബോർഡാണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും ഒക്കെ മലയാളത്തിലും തമിഴിലും എഴുതിയിരിക്കുന്നത് കാണാം. ഈ ഒരു സീസണിൽ മറയൂരും കാന്തല്ലൂരും ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ എന്ന് ചോദിച്ചെന്നാൽ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്തില്ല. കാരണം അത്യാവശ്യം ചൂടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മഴയൊക്കെ ഉള്ള സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ സീസണിൽ വന്നാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജക്രാന്ത ചെടികൾ പൂത്ത് നിൽക്കുന്ന ടൈമാണ്. ഇനി ജക്രാന്ത എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് ദേ കണ്ടോ. നമ്മളങ്ങനെ മറയൂർ ടൗണിലെത്തിയിരിക്കുവാണ്. നമ്മൾ ഈ നിൽക്കുന്ന സ്റ്റേക്ക് വെറും 500 രൂപയാണ് ഒരു ദിവസം. അടുത്ത മാസം മഴയില്ലാണ്ട് പോയാൽ ഒരു കൃഷിയും നടക്കില്ല.